നമസ്കാരം. 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വന്ദേ ഭാരത് എക്സ്പ്രസിലെ RSS ഗണഗീതാലാപന വിവാദം കൊഴുക്കുന്നു. ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എതിർപ്പ് നേരിട്ടറിയിക്കും എന്നാണ് വി ശിവൻകുട്ടി 24നോട് പറഞ്ഞത്. ഏത് കാരണവശാലും അംഗീകരിക്കാനാകാത്ത നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. അതേസമയം നടപടിയെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രംഗത്തെത്തി. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ വിദ്യാർത്ഥികളാണ് ഗണഗീതം പാടുകയും അത് റെയിൽവേ ഔദ്യോഗികമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ അന്വേഷണം. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പഠിപ്പിച്ചത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഗമായുള്ള നടപടിയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അത് അങ്ങേറ്റം പ്രതിഷേധാത്മകമായ കാര്യമാണ്. അവരെ കൊണ്ട് നിർബന്ധിച്ചാണ് പാടിപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിവരം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇത് ഒരു കുറച്ച് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഫലമായി ഉണ്ടായിട്ടുള്ള കാര്യമാണ്. റെയിൽവേയുടെ നടപടി നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. BJP കേരളത്തെ വീണ്ടും നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. റെയിൽവേ ആദ്യം അത് എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ നടക്കില്ല. ഗണഗീതം ദേശഭക്തിയുടെ ഭാഗമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു. ഇതിനെന്താണ് കുഴപ്പം? ഇതിലും കൂടുതൽ RSSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെന്റിൽ പാടുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. അവർക്ക് അന്നേരം അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ. ട്രെയിനിൽ പാടിയത് ദേശഭക്തി ഗാനമാണെന്നും എളമക്കര സരസ്വതി വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഡിൻഡോ KP 24നോട് പറഞ്ഞു. ആരും പറഞ്ഞിട്ടോ റെയിൽവേ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ചൊല്ലുന്നതാണത്. 24 തിരുവനന്തപുരം. പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ഭിത്തിയിടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. മക്കളെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം കിട്ടിയില്ല എന്നും അപകടമുണ്ടായുടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും അമ്മ ദേവി പറഞ്ഞു. സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കരുവാര ഉന്നതിയിലെ 4ഉം 7ഉം വയസ്സുള്ള ആദിക്കും അജിനേഷിനും ജീവൻ നഷ്ടമായ അപകടമുണ്ടായത്. ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും പ്രമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചെങ്കിലും ബന്ധപ്പെടാനായില്ലെന്നും കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനം പോലും കിട്ടിയില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. കുട്ടികളെ ഉന്നതിയിൽ നിന്ന് ഇരുചക്ര വാഹനത്തിലാണ് കൽക്കണ്ടിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചത്. കൃത്യസമയത്ത് വാഹനം ലഭ്യമായിരുന്നുവെങ്കിൽ ആശുപത്രിയിലെത്തിച്ച് ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെയെന്ന് അമ്മ ദേവി പറഞ്ഞു. അനിയന്മാര് ബൈക്കും പിന്നെ ഏട്ടന്റെ ബൈക്കും ഏട്ടന്മാര് അങ്ങനെ കൊണ്ടുവന്ന് ബൈക്കിലെ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. ആംബുലൻസ് കൃത്യസമയത്ത് കിട്ടാത്തതാണ് എന്നാണ് SC/ST പ്രമോട്ടറുടെ വിശദീകരണം. സംഭവം ദൗർഭാഗ്യകരമെന്നും അതിദാരിദ്ര്യമുക്ത കേരളം അവകാശപ്പെടുന്നവർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നും കാലപ്പഴക്കം സംഭവിച്ച ITDP വീടുകളിൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. 24 പാലക്കാട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ കൊല്ലം പന്മന സ്വദേശി വേണുവിന് ചികിത്സ ലഭിച്ചില്ല എന്ന പരാതിയിൽ ആരോപണം തള്ളി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ഭാര്യ സിന്ധു 24നോട് പറഞ്ഞു. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ വേണുവിന് നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. രേഖകൾ സഹിതം ഡോക്ടേഴ്സ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നിഗമനം. ഹൃദയാഘാതം സംഭവിച്ച് 24 മണിക്കൂർ കഴിഞ്ഞാണ് രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. വേണു ഓഡിയോ സന്ദേശം അയക്കാനിടയായ സാഹചര്യം എന്താണെന്നും അന്വേഷിക്കും. വേണുവിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റു രോഗികളിൽ നിന്നുകൂടി വിവരം തേടും. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു 24നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, നായ്ക്കളെ നോക്കുന്ന കണ്ണു അത് തന്നെയാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാരും ഇതുവരെ എന്നെ ഒന്നും വിളിച്ച് ചോദിച്ചില്ല. എന്നെയും എന്റെ മക്കളെ വിളിച്ചു ചോദിക്കാം ആരും ചെയ്തിട്ടില്ല.
ഒരു ജീവൻ വെച്ച് അവർ കളിച്ചത്. അവർ തീർച്ചയായിട്ടും അവർക്ക് പറയാമായിരുന്നില്ലെങ്കിൽ ഈ പുള്ളിയുടെ നില മോശമാണ്, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് എൻ്റെ 2 പെൺമക്കളാണ് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ രക്ഷിച്ചെങ്കിലും ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഞാൻ കൊണ്ടുപോയി രക്ഷിച്ചത്. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല അത്? വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്ന കാര്യം DMEയുമായി ആലോചിച്ച് തീരുമാനിക്കും. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമുയർത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും. 24 കൊല്ലം. പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് സർക്കാർ. കാട്ടുപന്നി കുറുകെ ചാടിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന പരിക്കേറ്റവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഇന്നലെ രാത്രിയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം. അടുത്ത സുഹൃത്തുക്കളായ രോഹൻ സന്തോഷ്, രോഹൻ രഞ്ജിത്ത്, സനൂഷ് എന്നിവർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഇന്നലെ രാത്രിയിൽ കൊടുമ്പ് കനാൽ ജംഗ്ഷന് സമീപത്താണ് 6 അംഗ സംഘം സഞ്ചരിച്ച കാറ് മരത്തിലിടിച്ച് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിഞ്ഞത്. ആദിത്യൻ, ഋഷി, ജിതിൻ എന്നിവർക്ക് പരിക്കേറ്റു. കാട്ടുപന്നി കുറുകെ ചാടിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് പരുക്കേറ്റവരുടെ മൊഴി. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. പന്നി കുറുകെ ചാടിയെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഈ ഇവിടെ ഒരു കൊടുമ്പ് വരെ ഈ പന്നി ശല്യം കൂടുതലുള്ള സ്ഥലമാണ്. എന്നാൽ കാട്ടുപന്നി ഇടിച്ചല്ല അപകടമെന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രന്റെ വാദം. കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. പക്ഷേ കാറ് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് 2 വ്യത്യസ്തങ്ങളായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിന് ശേഷമേ ഇന്നതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാകും. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടിയും MP രാജേഷും പറഞ്ഞു. അതേസമയം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവാക്കളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നാളെ പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാരം. 24 പാലക്കാട്. CPI നേതാവും മുൻ മന്ത്രിയുമായ K രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിനെ CPIM തീരുമാനിച്ചിരുന്നു. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് പുതിയ ഭരണസമിതിയെ നിയോഗിച്ച് ഉത്തരവിറക്കും. 24 ബ്രേക്കിംഗ്. CPI അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് മുൻ മന്ത്രി K രാജുവിനെ ദേവസ്വം ബോർഡ് പ്രതിനിധിയായി തെരഞ്ഞെടുത്തത്. വിളപ്പിൽ രാധാകൃഷ്ണനെയാണ് CPI പ്രതിനിധിയായി മുൻപ് തീരുമാനിച്ചിരുന്നത്. K ജയകുമാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതോടെ സാമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്താണ് രാധാകൃഷ്ണനെ ഒഴിവാക്കി രാജുവിനെ നിയമിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ശബരിമല ഉന്നതാധികാര സമിതി മുൻ അധ്യക്ഷൻ കൂടിയായ ജയകുമാറിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഈ മാസം 12-ന് അവസാനിക്കാനിരിക്കെ പുതിയ ബോർഡ് അംഗങ്ങളുടെ നിയമന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. 24 തിരുവനന്തപുരം. കേരള സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥിയുടെ ജാതി അധിക്ഷേപ പരാതിയിൽ സംസ്കൃത വിഭാഗം മേധാവിക്കെതിരെ കേസ്. ഡീൻ CN വിജയകുമാരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. 2015-ൽ MPhilന് പ്രവേശിച്ചത് മുതൽ ജാതി അധിക്ഷേപം നേരിട്ടുവെന്ന് വിപിൻ വിജയൻ പരാതിയിൽ പറയുന്നു. ജാതി അധിക്ഷേപ പരാതിയിൽ ഇന്നലെ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേരള സർവകലാശാല ഡീൻ വിജയകുമാരിക്കെതിരെ SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ കടക്കില്ല. 2015-ലാണ് MPhil പ്രവേശനത്തിനായി കാര്യവട്ടം ക്യാമ്പസിൽ വിപിൻ വിജയൻ എത്തുന്നത്. അന്നു മുതൽ ജാതീയമായി അധിക്ഷേപിച്ചു. താൻ ഡീൻ വിജയകുമാരിയുടെ ക്യാബിനിൽ കയറിയതിന് ശുദ്ധികലശം നടത്തിയെന്നും വിപിൻ വിജയൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. വിപിന് സംസ്കൃതം അറിയില്ലെന്നും PhD നൽകരുതെന്നും കാണിച്ച് സർവകലാശാല വൈസ് ചാൻസലർക്ക് വിജയകുമാരി പരാതി നൽകിയിരുന്നു. ഇതിൽ സർവകലാശാല അന്വേഷണം തുടരുന്നുണ്ട്. 24 തിരുവനന്തപുരം. സംഘർഷത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസ് സംരക്ഷണത്തോടെ പ്ലാന്റ് ഇന്നലെ മുതൽ പ്രവർത്തനം തുടങ്ങി. പ്ലാന്റിനെതിരെ സമരം ശക്തമാക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ മാസം 21-നായിരുന്നു ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ സംഘർഷമുണ്ടായത്. ഇതിന് പിന്നാലെ പ്ലാന്റ് അടച്ചു. ഫ്രഷ് കട്ട് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് സുരക്ഷയിൽ തുറക്കാൻ അനുമതി. അപ്പം 12-ന് ശേഷം ഞങ്ങൾ ഭാഗികമായിട്ട് വെള്ളിയാഴ്ച തുറന്നു. ഇന്നലെ മുതൽ പ്ലാന്റ് നോർമൽ രീതിയിലേക്ക് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 20 ടണ്ണാണ് ഞങ്ങൾക്ക് കപ്പാസിറ്റി ഇപ്പം അനുവദിച്ചു തന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് സംസ്കരിക്കുന്നത്. അതേസമയം ഇന്നലെ ദുർഗന്ധം അനുഭവപ്പെട്ടതായും ജില്ലാ കളക്ടർ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് സ്ഥിതി മനസ്സിലാക്കണമെന്നും വീട്ടമ്മമാർ ആവശ്യപ്പെടുന്നു. ഇത് പൂട്ടണം, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല. ഈ മക്കളൊക്കെ അങ്ങനെ എന്നും ചൂക്കാടാ. ഞങ്ങൾ കൊല്ലട്ടെ, നൽകിയിട്ട് ജീവിക്കുന്നേക്കാൾ നല്ല കൊല്ലുന്നതല്ലേ. സമരം ശക്തമായിട്ട് തന്നെ തുടരും. അല്ലാതെ മുന്നോട്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഇതുവരെ ഒരു അധികാരികളും
തയ്യാറായില്ല. സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈ ബഹുജനങ്ങളെ മുൻനിർത്തി ഞങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ഗാർഡിയൻ സമരത്തിൽ തന്നെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ ചെയർമാൻ, കൺവീനർ, ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ തിരിച്ചു വരുന്ന മുറയ്ക്ക് ഈ സമരം അതിശക്തമായിട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കും. ഇതിനിടെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരായ സമരത്തിൽ ആദ്യകാലം മുതൽ സജീവമായിരുന്ന കരിമ്പാലക്കുന്ന് ആറുവിരലിൽ മുഹമ്മദ് അന്തരിച്ചു. ഫാക്ടറിയിൽ നിന്നുള്ള ദുർഗന്ധത്തെ തുടർന്ന് ശ്വാസതടസ്സം നേരിടുന്നതിനാൽ ഓക്സിജൻ മാസ്കോടുകൂടിയായിരുന്നു മുഹമ്മദ് ജീവിച്ചിരുന്നത്. 24 കോഴിക്കോട്. കോട്ടയം തിരുവഞ്ചൂരിനടുത്ത് മന്ത്രവാദത്തിനിടെ യുവതിയെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയമാക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി യുവതിയുടെ ആൺ സുഹൃത്ത് അഖിലിന്റെ മാതാവ് സൗമിനിയെന്ന് പോലീസ്. സൗമിനിയെ ഉടൻ അറസ്റ്റ് ചെയ്യും. സംഭവത്തിൽ തെളിവ് ശേഖരിച്ചത് യുവതി തന്നെയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പ്രതിയായ അഖിലിന്റെ അമ്മയാണ് സൗമിനി. ഇവരാണ് ആഭിചാരക്രിയ നടത്താൻ പ്രേരിപ്പിച്ചത്. യുവതിയുടെ ശരീരത്തിൽ ബാധയുണ്ടെന്ന് പൂജാരി പറഞ്ഞതിനെ തുടർന്നാണ് ആഭിചാരം നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവദാസൻ തിരുവഞ്ചൂരിലെ വീട്ടിലെത്തി പൂജ നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രധാന പ്രതി അമ്മ സൗമിനിയാണെന്നും പോലീസ് പറയുന്നു. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. അതേസമയം യുവതി നടത്തിയ നീക്കമാണ് വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ആഭിചാരക്രിയ നടത്തിയതിന്റെ വീഡിയോ അടക്കം യുവതിയാണ് ശേഖരിച്ചത്. ഈ തെളിവുകൾ അച്ഛൻ മുഖേന പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പൂജ ചെയ്യുന്നതിന് വേണ്ടി പൂജാരിക്ക് 6000 രൂപ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. 24 കോട്ടയം. തൃശൂർ കുതിരാനിലിറങ്ങിയ കാട്ടാനയെ പിടികൂടാൻ നടപടികൾ ഊർജിതമാക്കി വനംവകുപ്പ്. ഒറ്റയാനെ മയക്കുവെടിവെക്കുമെന്നും തുരങ്കം വന്ന ശേഷമാണ് കുതിരാനിൽ വന്യമൃഗശല്യം കൂടിയതെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കുതിരാനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടാനെ തുരത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിക്രം, ഭരത് എന്നീ കുംകിയാനകൾ സ്ഥലത്ത് തുടരുന്നുണ്ട്. പ്രദേശവാസികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് മുൻഗണന നൽകാൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കുതിരാനിൽ തുരങ്കം വന്ന ശേഷമാണ് വന്യമൃഗശല്യം കൂടിയതെന്ന് മന്ത്രി പറഞ്ഞു. വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ എന്ന് ആലോചിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മൂർച്ഛിച്ചതെന്നാണ്. കാനന മധ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതേസമയം ആന മതപ്പാടിലായതിനാൽ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ദൗത്യം സങ്കീർണമാണ്. 24 തൃശൂർ. 24 ഇമ്പാക്ട്. വയനാട് കുറുമ്പാലക്കോട്ടയിൽ ദുരിതാവസ്ഥയിൽ കഴിയുന്ന ആദിവാസി കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി OR കേളു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കൂരയിൽ 22 കുടുംബം കഴിയുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് 24 പുറത്തു കൊണ്ടുവന്നത്. മനുഷ്യാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിരുന്നു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുന്നത് 22 പേരടങ്ങിയ ആദിവാസി കുടുംബമാണ്. വയനാട് പനമരം പഞ്ചായത്തിലെ കുറുമ്പാലക്കോട്ടയിലാണ് ശുചിമുറി പോലുമില്ലാതെ ഒരു കൂട്ടം മനുഷ്യർ ദുരിത ജീവിതം നയിക്കുന്നതിന്റെ നേർക്കാഴ്ച. ഇത് കുറുമ്പാലക്കോട്ട അമ്പലംകുന്ന് ഉന്നതി. പണി വിഭാഗത്തിൽ ഉൾപ്പെട്ട ചന്ദ്രന്റെയും ശോഭയുടെയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും അടക്കം 22 പേരാണ് ഇവിടെ കഴിയുന്നത്. അമ്പലംകുന്ന് ഉന്നതിയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് പ്രതീക്ഷ പകരുന്ന നിലപാടാണ് മന്ത്രി OR കേളു പങ്കുവച്ചത്. പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉന്നതിയിലേക്ക് അയക്കും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ദൃശ്യമാധ്യമ വാർത്ത കണ്ടിരുന്നു. വകുപ്പിന്റെ മന്ത്രി എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന മുറയ്ക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഏതായാലും സ്വീകരിക്കും. ഇപ്പോൾ വയനാട് ജില്ലയിൽ മുഴുവൻ കുടുംബത്തിനും നമ്മുടെ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ നമ്മൾ അതിവേഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹതപ്പെട്ട കുടുംബമാണെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യപ്പെട്ട നടപടി സ്വീകരിക്കുന്നതായിരിക്കും. പട്ടികവർഗ കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരികയാണ്. വീടിരിക്കുന്ന സ്ഥലം ദുരന്ത സാധ്യതാ പ്രദേശമായതിനാലും ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നതിനാലും ചന്ദ്രന്റെ കുടുംബത്തിനും അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24 വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ കളക്ടറോടും പട്ടികവർഗ വകുപ്പിനോടും കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ചന്ദ്രന്റെ കുടുംബത്തിന് പ്രതീക്ഷ പകരും വിധം മന്ത്രി OR കേളുവിന്റെ പ്രതികരണം കൂടി ലഭ്യമായിരിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ബീഹാറിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ മുന്നണികൾ. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പിന്നാലെ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു.
തോൽവി ഭയന്നാണ് രാഹുലിന്റെ പ്രതികരണങ്ങളെന്ന് BJP തിരിച്ചടിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് ആരെ തുണച്ചു, ആരെ കൈവിട്ടു എന്ന കാര്യത്തിൽ മുന്നണികൾക്ക് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ പരമാവധി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. വോട്ട് കൊള്ള തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് വോട്ട് കൊള്ള മറച്ചുപിടിക്കാനാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. മഹാസഖ്യം തോൽവി ഉറപ്പിച്ചതുകൊണ്ടാണ് ആരോപണങ്ങളുമായി ഇറങ്ങിയത് എന്നായിരുന്നു BJP MP രവി കിഷന്റെ പ്രതികരണം. ऐतिहासिक जीत NDA सरकार की ये बहुत बड़ी जीत होने जा रही है और सरप्राइज हो जाएंगे सारे लोग. വനിതകളുടെ ഉയർന്ന പോളിംഗ് ആദ്യഘട്ടത്തിൽ ഉണ്ടായി എന്നതാണ് കണക്കുകൾ. നിതീഷ് കുമാർ ഫാക്ടറാണെന്നാണ് NDA കണക്കുകൂട്ടൽ. 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. 24 പട്ന. വെടിനിർത്തലിന് ശേഷവും ഗസയിലെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് മാസങ്ങൾ നീണ്ട ആതുര സേവനത്തിന് ശേഷം മടങ്ങിയെത്തിയ ഡോക്ടർ SS സന്തോഷ് കുമാർ. തകർന്നടിഞ്ഞ ഗസയിൽ അതിജീവനം അതിസങ്കീർണമാണെന്ന് ഡോക്ടർ SS സന്തോഷ് കുമാർ 24നോട് പറഞ്ഞു. യുക്രൈനും ഗസയ്ക്കും ശേഷം സുഡാനിലെ സംഘർഷഭൂമിയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടർ. കഴുതവണ്ടിയുടെ പുറത്ത് കൂട്ടിയിട്ട് കൊണ്ടുവരുന്ന കുഞ്ഞു മൃതദേഹങ്ങൾ, തൊട്ടടുത്ത് മിസൈൽ പതിച്ചു പൊടുന്നനെ ഇല്ലാതാകുന്ന സഹപ്രവർത്തകർ, പുറത്തേക്കൊന്ന് കണ്ണു പായിച്ചാൽ മുന്നിൽ തെളിയുന്ന വിശപ്പ് കൊണ്ട് അലമുറയിടുന്ന മനുഷ്യരുടെ നിസ്സഹായത ഗസയിലെ ഓർമ്മകൾക്ക് ഭാരമേറെയാണ്. ഭയങ്കര വെളിച്ചവും ഈ ചറമറായുള്ള വെടിയൊക്കെ കണ്ട് ഇവർ അന്താളിച്ച് ഈ കിടക്കുന്ന ആൾ പെട്ടെന്ന് ഈ കുട്ടി എഴിച്ചു നിന്നിങ്ങനെ നോക്കും. എഴിച്ചു നോക്കുമ്പോൾ ഒരു 50 ബുള്ളറ്റിന് ഈ കുട്ടിയുടെ പുറത്തുനിന്ന് കയറുന്നത് തൽക്ഷണം അങ്ങ് മരിച്ചു വീടുകയാണ്. സർവ്വതും നഷ്ടമായ ഗസയിലെ ജനതയിൽ കാരുണ്യത്തിന്റെ വിരൽ സ്പർശമായ ശേഷമാണ് ഡോക്ടർ SS സന്തോഷിന്റെ നാട്ടിലേക്കുള്ള മടക്കം. വെടിനിർത്തലുണ്ടായെങ്കിലും ഗസയിൽ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഡോക്ടർ. സിറ്റി ആണ് വാസ്തവത്തിൽ ഞാൻ തിരിച്ചു വരാൻ നേരത്ത് വരുമ്പോൾ ഏകദേശം സിറ്റി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞു. ഡിമോളിഷ് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കെട്ടിടവും ബാക്കിയില്ല. ഒരു ചെറിയ മിസൈൽ വന്ന് വീണാൽ പോലും 100 കണക്കിന് ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അകത്തോട്ട് പോകുന്ന ട്രക്കുകളുടെ എണ്ണം ഒരിക്കലും കൂടിയില്ല. ഏറിയാൽ ഒരു ദിവസം 50 ട്രക്കാണ് അതിനകത്ത് വരുന്നത്. ഈ 21 ലക്ഷം ആൾക്കാർക്ക് ഈ പറഞ്ഞ 20 ട്രക്കിലോ 30 ട്രക്കിലോ ഒക്കെ സ്ഥാനം എങ്ങനെയാണ് എത്തിക്കാൻ കഴിയുക? ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസി മെഡിക്കൽ ടീമിന്റെ ഭാഗമായാണ് ഡോക്ടർ SS സന്തോഷ് കുമാർ ഗസയിലെ അൽമവാസിയിലെ നാസർ ആശുപത്രിയിലെത്തിയത്. യുദ്ധമേഖലകളിൽ ആതുര സേവനം നടത്തുന്ന ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ ഭാരവാഹി കൂടിയായ ഡോക്ടറുടെ അടുത്ത ദൗത്യം സുഡാനിലേക്കാണ്. 60,000 പേരാണ് ഇപ്പോഴത്തെ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് സുഡാനിൽ ഡഫൂറിൽ മരിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളിൽ 2 പേര് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സുഡാനിൽ ഇപ്പോൾ ഈ രൂക്ഷമായിട്ടുള്ള പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല. കാരണം അവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. അവസാനത്തെ ആകാശവും കടന്ന് എങ്ങോട്ട് പോകുമെന്നോർത്ത് വിലപിക്കുന്നവരുടെ ഇടയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ആതുര ശുശ്രൂഷയുമായി ഡോക്ടർ SS സന്തോഷ് കുമാർ എത്താറുണ്ട്. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവകാശങ്ങൾ മറന്ന് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. നിലവിലുള്ള സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ഒറ്റയ്ക്ക് മത്സരിക്കാനും മടിക്കില്ല എന്ന് PJ ജോസഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വിജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകിയെടുത്ത വിട്ടുവീഴ്ചകൾ ഇത്തവണ ഉണ്ടാകില്ല എന്നതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നതിനോടൊപ്പം അധികമായി വന്ന സീറ്റുകളിലും അവകാശം ഉന്നയിക്കാനാണ് തീരുമാനം. അവകാശങ്ങൾ മറന്നുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ്. സ്റ്റാറ്റസ് കോയാണ് അർഹതപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ച വേണമല്ലോ, എന്നാൽ ഉള്ള അവകാശം നിലനിർത്തുകയും ചെയ്യും. എറണാകുളം ജില്ലയിലെ കോടനാട് സീറ്റ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിട്ടു നൽകിയതാണ്. നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതേ സീറ്റിലെ വിജയിയുമാണ്. ഈ സീറ്റ് ആവശ്യപ്പെടുന്നതിനോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റുകളിലും പിന്നോട്ടില്ല എന്ന നിലപാടാണ് പാർട്ടിക്ക്. ജനതാദൾ വിട്ട് കേരള കോൺഗ്രസിലെത്തിയവർക്കടക്കം സീറ്റിന് അവകാശമുണ്ട് എന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. വിട്ടുവീഴ്ചയില്ലെങ്കിൽ KS ശബരിനാഥൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾക്കെതിരെ മത്സരിക്കും. ഇടുക്കി ജില്ലയിലെ വനിതാ സംവരണ വാർഡുകളെല്ലാം നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇത്തവണ വനിതാ സംവരണമായതിനാൽ കോൺഗ്രസ് അവകാശമുന്നയിക്കാനും സാധ്യതയുണ്ട്.
രണ്ട് ഘട്ട ചർച്ചകളിലും തീരുമാനമാകാത്തതിനാൽ ആവശ്യപ്പെട്ട സീറ്റുകളിൽ തനിച്ചു മത്സരിക്കാനും കേരള കോൺഗ്രസ് ഒരുങ്ങുന്നുവെന്നാണ് സൂചന. 24 തൊടുപുഴ. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഫിറ്റ്നസ് ചലഞ്ചുമായി ലുലു ഗ്രൂപ്പ്. ആദ്യഘട്ടമായി ഫിറ്റ്നസ് റണ്ണിന് കൊച്ചിയിൽ തുടക്കമായി. ലുലു മാളിൽ നിന്ന് ആരംഭിച്ച് 5 കിലോമീറ്റർ ആയിരുന്നു ഫിറ്റ്നസ് റൺ. 250 പേരാണ് ചലഞ്ചിൽ പങ്കെടുത്തത്. ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തിന് എത്രയധികം പ്രാധാന്യം നൽകണമെന്ന അവബോധം സൃഷ്ടിക്കുകയാണ് ലുലു ഗ്രൂപ്പ്. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഫിറ്റ്നസ് ചലഞ്ചിലൂടെയാണ് ലുലു ആരോഗ്യത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ ആദ്യപടിയാണ് ഫിറ്റ്നസ്. ലുലു ഫിറ്റ്നസ് ചാലഞ്ച് 15 ദിവസം നീണ്ടു നിൽക്കുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഇന്നത്തെ മാരത്തോണോടുകൂടി തുടക്കമാവുകയാണ്. ഇവിടെ ഈ 15 ദിവസവും വേരിയൻ്റ് ആക്ടിവിറ്റീസാണ് ലുലു പ്ലാൻ ചെയ്തിട്ടുള്ളത്. 250 പേരാണ് ഫിറ്റ്നസ് റണ്ണിൽ പങ്കെടുത്തത്. രാവിലെ 6:30 സൂംബയോടെ റൺ ആരംഭിച്ചു. ലുലു മാളിൽ നിന്ന് ആരംഭിച്ച് പത്തടിപ്പാലം വഴി തിരികെ ലുലു മാളിൽ എത്തുന്ന രീതിയിൽ 5 കിലോമീറ്റർ ദൂരത്തിലാണ് ഫിറ്റ്നസ് ഒരുക്കിയിരുന്നത്. വളരെ നല്ല റണ്ണായിരുന്നു, അടിപൊളി റണ്ണ്, നല്ല റൂട്ട് ഒന്നാമത് പറയാം. പിന്നെ മഴ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു, പക്ഷെ മഴ ബുദ്ധിമുട്ടുണ്ടായില്ല. കറക്റ്റ് റണ്ണിൻ്റെ സമയത്ത് മഴ മാറി നിന്നു. ഒരുപാട് സന്തോഷം. ഫസ്റ്റ് എത്താനായി, അതിലേറെ സന്തോഷം. ശരീരം സംരക്ഷിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ സന്ദേശം. നല്ല ടൈം അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ തുടർന്നും ഇങ്ങനെയുള്ള പരിപാടികൾ ഇനി ആസൂത്രണം ചെയ്യണമെന്ന്. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രോത്സാഹന സമ്മാനവും ഒരുക്കിയിരുന്നു. ആദ്യം പൂർത്തിയാക്കിയ 10 സ്ത്രീകൾക്കും 10 പുരുഷന്മാർക്കും പ്രത്യേക സമ്മാനവും നൽകി. വരും ദിവസങ്ങളിൽ കുട്ടികൾക്കായി മാളിൽ നടക്കുന്ന റൺ ഉൾപ്പെടെയാണ് ഫിറ്റ്നസ് ചലഞ്ചിൽ ലുലു ഒരുക്കിയിരിക്കുന്നത്. 24 കൊച്ചി. 1 PM ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.